സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖാചാരിക്കുന്നു. എൻ്റെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നു മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 10 ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ഞാനെന്താ ഇപ്പോൾ ഈ അയൺ ആർമർ ഇട്ടിക്കണമെന്ന് നിങ്ങൾക്ക് എൻ്റെ ഒരു ഷോർട്സ് ഞാൻ മുന്നോട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡയമണ്ട് ആർമറൊക്കെ എന്തോ ഗ്ലിച്ചടിച്ചിട്ട് പോയി. ആൻഡ് എനിക്ക് എന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റാത്ത എന്താ വെച്ചാൽ ഒരു ബ്രെഡ് എന്ന് വെച്ചാൽ ഈ ഒരു ബ്രെഡിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ബട്ട് ഈ ബ്രെഡും ഡയമണ്ട് ആർമറും ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ കറണ്ട് പോയി മോണിറ്റർ ഓഫായത്. അങ്ങനെ മോണിറ്റർ ഓഫായിട്ട് ഞാൻ വീണ്ടും തുറന്നു നോക്കിയപ്പോൾ ബ്രെഡ് ഉണ്ട്, ബട്ട് നമ്മുടെ ഇതില്ലേ, ഇത് ഡയമണ്ട് ആർമറില്ല എന്താ. അപ്പോൾ എല്ലാം പോകണ്ടല്ലേ, മോജാങ്ക് തെണ്ടിത്ര കാണിച്ചു വച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു ചെറിയ പണി കിട്ടി. ബട്ട് നമ്മളതിൽ തളരില്ല ഗീസ്. നമ്മളതിൽ തളരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അയൺ ആർമറൊക്കെ നമ്മുടെ മുന്നത്തെ അയൺ ആർമറും കുറച്ച് സ്റ്റോൺ ടൂൾസൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇതാണ്, അയൺ ഫാമാണ്. നമ്മുടെ മറ്റേ അയൺ ഫാം ആകെ കേടുന്നു. എൻ്റെ ഒക്കെ എനിക്ക് താഴ്ചകളാണെന്ന് വെച്ചാൽ ഒക്കെ എനിക്ക് എതിരാണ് വരുന്നത്. ബട്ട് ഞാൻ തളരില്ല, പറഞ്ഞ പോലെ തന്നെ തളരില്ല. ഞാൻ വീണ്ടും അപ്ഗ്രേഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചെറിയൊരു അയൺ ഫാം ആണ്. അപ്പോൾ അത് ഉണ്ടാക്കേണ്ട രീതിയൊക്കെ ചെറുതായിട്ട് കണ്ടുവച്ചിരിക്കുന്നു. ആദ്യം നമ്മളൊരു 3 ബ്ലോക്ക് ഞാൻ ഇവിടെ ഇട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഒരു 3 ബ്ലോക്ക് ഇങ്ങോട്ട് കുഴിക്കുക, എന്നിട്ട് അങ്ങോട്ട് 5 ബ്ലോക്ക് കുഴിക്കുക. ഇത് 5 എണ്ണായില്ലേ, 1 2 3 4 5 6. അയ്യോ, ഇത് 6 ആയല്ലോ. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങനെ ഈ ഒരു കുഴി ഇങ്ങനെ എടുക്കുക. കണ്ടില്ല, ഇനി നമ്മൾ ഇതിക്കിതാ. അപ്പോൾ ഇത് 1 2 പിന്നെ നമ്മൾ 3 4 ഇങ്ങനെ 4 കുഴി ഇത് ഫുള്ളും ഇങ്ങനെ വെക്കുക. അങ്ങനെ അത് 1 2 3 4 കുഴി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയറാനും ചെറിയൊരു കുഴി എടുത്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, നമ്മൾ കയറാനും കൂടി ഒരു കുഴി എടുത്ത് വെക്കുകയാണ് ഇവിടെ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കുഴി ഉണ്ടാക്കിയില്ലേ, ഇനി നമ്മുടെ കയ്യിലുള്ള ബെഡ് കയ്യിലുണ്ടല്ലേ, കയ്യിലുണ്ട്. 5 ബെഡ് വേണം നമുക്ക്. എന്നിട്ട് ഈ 5 ബെഡ് എടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ വെക്കുകയോ, ഇങ്ങനെ നമ്മളിവിടെ ഫുള്ള് വെക്കുക. അങ്ങനെ അത് 5 ബെഡും വെച്ചതിന് ശേഷം നമ്മൾ ട്രാപ്പ് ഡോർ എടുക്കുക. ഏകദേശം 5 ട്രാപ്പ് ഡോർ ഇത് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ 5 ട്രാപ്പ് ഡോർ എടുത്തിട്ട് നമ്മൾ ഇവിടെ വെക്കുക, അങ്ങനെ ഇവിടെ ഫുള്ള് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ കയറുന്ന ഭാഗം ഇപ്പം ഞാൻ മൂടുകയാണ്. എന്നിട്ട് നമ്മൾ ടോർച്ച് എടുക്കുക, 2 ടോർച്ച് എടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഇവിടെ വെക്കുക. ഇവിടെ 1 ഇവിടെയും 1 ഇവിടെയും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി ഇതിൽ 5 വില്ലേജറെ കൊടുന്നിടാം ഗേസ്. അപ്പോൾ ഞാനിത് അങ്ങോട്ട് ഒരു റെയിൽ സെറ്റാക്കിയിട്ട്, അപ്പോൾ കുഴിക്ക് വരെ എത്താത്തതുകൊണ്ട് ഞാനിവിടെ ബോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബോട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടും അവന്മാരെ സെറ്റാക്കാം. ഇനി നമുക്ക് അവിടെ പോയിട്ട് മൈൻ കാർട്ട് വെച്ചിട്ട് നമുക്ക് അവിടുന്ന് ആൾക്കാരെ വിളിക്കാം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുക, സ്വിച്ച് ഓൺ ആക്കുക. ഓക്കെ, പോട്ടെ എടാ, ആള് അതിൽ പെട്ടില്ലറാ. ഓടോട് ബോട്ടെടുത്തോട് എടാ, ഇങ്ങോട്ടാ. ആവു, ഇനി നമുക്ക് ആ കുഴിയിലുണ്ടായിടാം. ഓക്കെ, ഇവനിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കയറിൻ്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ അത്രേ ഉള്ളൂ കയറാനുള്ള ട്രിക്ക്. അപ്പോൾ ഇപ്പോൾ ചെയ്ത പോലെ നമുക്ക് ഇനി 4 പേരും കൂടി ചെയ്യാം ഗേസ്. അപ്പോൾ അത് നമ്മൾ 5 വില്ലേജറെ അങ്ങനെ കയറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് പരിപാടി എന്താ ചോദിച്ചാൽ അത് കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. കാരണം അതിന് കുറച്ച് ആയം വേണം, കാരണം നമുക്ക് ഹോപ്പർ വേണമല്ലോ. ഹോപ്പറിനുള്ള അയനൊന്നും ഇന്ത്യയിൽ ഇല്ല, കണ്ട ഒന്നുമില്ല. ഒരു 10 അയനുണ്ട്, ഭാഗ്യം. പക്ഷെ 10 അയനായിട്ട് ഒരു ഹോപ്പർ നമ്മുടെ ഈ അയൺ ഫാമിലുണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന അയൺ ഫാമിൽ 3 ഹോപ്പർ വേണം, അതാണ് പണി. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇവിടെ ഇതിലത്തെ ഹോപ്പർ നമുക്ക് മെല്ലെ അങ്ങോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ജസ്റ്റ് അങ്ങോട്ട് പോട്ടെ. എന്നിട്ട് ഈ ഹോപ്പർ ഉണ്ട്, അയ്യോ ഇത് പിക്കാസ് ആയിട്ടല്ല പൊട്ടിക്കുക. ഓക്കെ, എടാ ഹോപ്പർ പോയറാ. ഷേടാ, ഹോപ്പർ ലാവേക്ക് തട്ടിപ്പോയറാ. ലാവ അണക്കണേന്നറാ. യെസ്, എനിക്കെന്താ എന്നും കഷ്ടാട്ടോ. എനിക്കെന്തോ ഇതിൽ എനിക്ക് എന്താണെന്നറിയില്ല, ഇങ്ങനെ കഷ്ടം. അപ്പോൾ നമുക്ക് ഉള്ളായം വെച്ചിട്ട് ഹോപ്പർ ഉണ്ടാക്കാം യെസ്. നമുക്ക് 2 ഹോപ്പർ ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. ആ ഹോപ്പർ ലാവേക്ക് നിറഞ്ഞിപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് എവിടെന്നെങ്കിലും കുറച്ച് അയൺ സെറ്റാക്കാം. നമുക്ക് ഏതെങ്കിലും ചെറിയ ഈ കേവ് ഞാൻ ഇറങ്ങിയതാണ്, അതുകൊണ്ട് ചെറിയ വല്ല കേവ് ഉണ്ടോ നോക്കാം. ഓ, അയൻ കിട്ടി. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കിട്ടി. ഇത് 2 എണ്ണം ഉണ്ടാവണേ. 2 എണ്ണം ഉണ്ട് ഗെസ്. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഉണ്ട് വില്ലേജസ് ഉള്ളതുകൊണ്ട് ഇത് അവിടെ വന്മാരൊക്കെ സ്പോൺ ആയിക്കണം. അവിടെ വില്ലേജസിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. 1 2 3 4 5 പേരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വല്ല സോംബിയൊക്കെ കയറി വന്നിട്ട് വന്മാരെ തട്ടിയിട്ടുണ്ടെങ്കിൽ സീനാവുക. അതുകൊണ്ട് ചിലപ്പോൾ അയൻകോളം
സ്പോണായിട്ടുണ്ടാവുക. നമുക്കിനി ഈ ഫർണസിൽ ഇത് വെച്ചിട്ട് നമുക്ക് എന്താ അയണാക്കാം. അതിന് കുറച്ച് വുഡ് എടുക്ക്, എന്തെങ്കിലുമൊക്കെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഈ അയണം വെക്കാം. ഗേസ് എനിക്കിവിടെ എന്തോ ഒരു കുറവ് പോലെ അല്ലേ ഗേസ്? എൻ്റെ അർജുൻ അവിടെ ഗേസ്? ഇവിടെ എന്താ നമ്മുടെ കുതിര ഉണ്ടാന്നു, അവൻ പോയി. നമ്മുടെ അർജുനെ കാണാല്ല. അർജുൻ എവിടെ? കുതിര വെള്ളത്തിൽ മുങ്ങിപ്പോയതാ, പക്ഷെ അർജുൻ എവിടെ? ഇതായിരിക്കണു. അർജുൻ ബോട്ടിൻ്റെ ഉള്ളിൽ കയറി പെട്ടിക്കണു. അർജുൻ കമോൺ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവന് പേരിട്ടാലോ? ആ പേരിടാം. അതിനൊക്കെ മുന്നേ നമുക്ക് ഈ അയ എടുത്തിട്ട് നമുക്ക് പോയിട്ട് അവിടെ സെറ്റാക്കാം. ഹോപ്പർ ഉണ്ടാക്കട്ടെ. ഗേസ് നമുക്ക് നമ്മുടെ നെയിം ടാഗ് എടുത്തിട്ട് നമ്മുടെ നെയിം ടാഗിൽ എങ്ങനെയൊന്നും നെയിം എടുക്കത്തില്ല. അതിൽ തന്നെ ഇതിൽ അർജുൻ ലെറ്റ്സ് ഗോ. നമുക്ക് ഇതെടുക്കാം. ഓക്കെ, നമ്മുടെ നെയിം ടാഗ് സെറ്റ് ആയിട്ടുണ്ട്. അർജുൻ വാടാ അനക്ക് പേരിട്ടെ. നന്നാ അർജുൻ എന്നാ പിടി. നമ്മുടെ അർജുൻ, ഇതാണ് നമ്മുടെ അർജുൻ. ഹലോ അർജുൻ. ഓക്കെ, ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ഹോപ്പറോ കാര്യങ്ങളൊക്കെ വെക്കാം. എടാ അയങ്കോളായിക്ക് വീണറാ പോട്ടൻ. ഗേസ് ഇനി നമുക്ക് എന്താ പരിപാടി വെച്ചാൽ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് 2 ബ്ലോക്ക് കുഴിക്കുക. എന്നിട്ട് ഇവിടെ 2 ജസ്റ്റ് വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്കും അതുപോലെ തന്നെ ഇവിടെയും ഒരു ബ്ലോക്ക് കുഴിക്കുക. എന്നിട്ട് നമ്മുടെ ഹോപ്പർ 3 എടുത്തിട്ട് ഇവിടെ ഒരെണ്ണം, അതുപോലെ തന്നെ അയ്യോ ഇത് നമ്മൾ ഈ ജസ്റ്റിക്ക് ആക്കി വെക്കണ്ടേ? അങ്ങനെ വെക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജസ്റ്റിക്ക് ആക്കണ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു പിക്കാറ്റ്സ് ഇതെടുത്തിട്ട് ഇതിക്ക് എറിഞ്ഞാലും അതിക്ക് വരും, അങ്ങനെ എല്ലാത്തേക്കും എറിഞ്ഞാലും അതിക്ക് തന്നെ വരുള്ളൂ. അയ്യോ എടുക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്താ പരിപാടി വെച്ചാൽ നമ്മൾ ഈ ആദ്യം ഈ അയങ്കോളത്തിന് ഒന്ന് തട്ടട്ടെ കേട്ടോ. ഗേസ്, അപ്പോൾ നമുക്ക് പുതിയൊരു പെറ്റിനും കൂടിയും കിട്ടിയിരിക്കുകയാണ്. കണ്ടോ നമ്മുടെ പിന്നാലെ വരണൊക്കെ. ഹലോ കിറ്റി. ഇതിൻ്റെ പേര് കിറ്റീനാട്ടോ. കിറ്റി അവിടെ സിറ്റ്. കിറ്റി. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ബാക്കി പണി എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ ഒരു ഇവിടെ ഫുള്ള് ഇങ്ങനെ അടയ്ക്കുക ഡേട്ട് വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ ക്രാഫ്റ്റ് ടേബിളിൽ നിന്ന് ഒരു സാധനം ഉണ്ടാക്കി കാണിച്ചു തരാം. കണ്ട ഈ സാധനം നമുക്ക് കുറേ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചധികം ഉണ്ടാക്കാം. നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ കണ്ട ഈ കുഴിയുടെ ചിറ്റോറങ്ങനെ വെക്കുക. കണ്ട ഇങ്ങനെ. എന്നിട്ട് ഇത് 3 ഹൈറ്റിൽ ഇങ്ങനെ വെക്കുക. ഗേസ്, അപ്പോൾ അത് നമ്മൾ ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ എങ്ങനെ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 3 ബ്ലോക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ കണ്ട ഈ ലാവ ഇരിക്കാൻ പാതിരി അവിടെ ഒരു ട്രാപ്പ് ഡോർ, ഇവിടെ ട്രാപ്പ് ഡോർ, അവിടെ ലാവ വയ്ക്കുക. എന്നിട്ട് ഈ അറ്റത്ത് വെള്ളം ഒഴിക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ഇനി എന്താണെന്ന് വെച്ചാൽ എടാ ഇവിടെ 2 അയങ്കോളൊക്കെ സ്പോൺ ആയിക്കണടാ. എന്താ ഉമ്മാരൊക്കെ ഇനി തട്ടണ്ടേ? അടുത്തത് എന്താ പരിപാടി വെച്ചാൽ നമ്മൾ ഈ ഒരു അയങ്കോളല്ല ഈ അയൺ ഫാമിന്ന് ഇപ്പോൾ നമ്മുടെ ഡേട്ട് ഇങ്ങനെയൊക്കെ ഇല്ലതാ. ഇത് ഇങ്ങനെ ഏകദേശം 7 ബ്ലോക്ക് 1 2 3 4 5 6 7 ഇങ്ങനെ 7 ബ്ലോക്ക്, അതായത് 4 സൈഡിലും ചെയ്തിട്ട് അതൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കുക. ഇതിപ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇത് ഫ്ലാറ്റ് ആവണമെന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ആയിട്ടപ്പോൾ ഇതിൻ്റെ മുകളിലേക്കൊക്കെ ചെയ്യാം. ഗേസ്, അപ്പോൾ നമ്മൾ ഏകദേശം സെറ്റാക്കിയിരിക്കുകയാണ്. കണ്ടില്ല ഇവിടെയൊക്കെ നമ്മളിങ്ങനെ ഇത് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ സ്പോൺ ആവില്ല, ഇവന്മാർ ഇവിടെ സ്പോൺ ആവില്ല. ഇനി നമുക്ക് ഇവന്മാർ 2 അങ്ങോട്ട് തട്ടാം. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ഇനി ഇതിൽ സ്പോൺ ആവണം. മറ്റന്മാർ 2 കൊന്നു. ഇനി ഇതിൽ സ്പോൺ കണ്ടില്ലേ? അതാണ്. അങ്ങനെ നമുക്കിത് അയൺ വന്നു തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അയൺ ഫാം. ഇത് വർക്കാവോ? ഇപ്പോൾ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഒരുത്തൻ ചത്തു. അപ്പോൾ അവൻ്റെ അയൺ ഇപ്പോൾ ഇതിലുണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അയൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും വരും, നമുക്ക് നോക്കാം. എടാ ഈ പൂച്ച എൻ്റെ കൂടെ വരണില്ല. പൂച്ച ഇവിടെ വില്ലേജേഴ്സ് ഉള്ളതുകൊണ്ട് എൻ്റെ കൂടെ വരണില്ല. എടാ എൻ്റെ പെറ്റല്ലറാ, ഞാൻ തന്നല്ലടാ. വായോ എടാ അവിടേക്ക് തന്നെ കയറാ. ഇവനെ കൊണ്ട് ശല്യമായല്ലോ. അവ എവിടെ വെച്ചിരിക്കട്ടെ. എൻ്റെ അർജുൻ്റെ കൂടെ വരുന്നുണ്ട്. അർജുൻ വായോ. അർജുൻ്റെ കൂടെ എങ്ങോട്ട് വേണമെങ്കിലും വരും. അപ്പോൾ നമുക്ക് എന്തായാലും അർജുനെ ഇവിടെ ഇരുത്താം. വായോ.
അങ്ങനെ തന്നെ ഇനി നമുക്ക് പോയിട്ട് വൈൻഡപ്പ് ചെയ്യാം ഗേസ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ വല്ല അയൺ ഫാം ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് നല്ലൊരു ഐഡിയ ആണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കണ്ട് ട്രൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് ട്രൈ ചെയ്യണമെങ്കിൽ വോൾട്രട്സ് എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്നാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. അവരുടെ ഷോർട്സ് ഇന്ന് പോയി നോക്കിയാൽ മതി, അപ്പോൾ അത് കിട്ടും. അപ്പോൾ ഈ വീഡിയോ അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.